ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ കാർണിവലിന് പോയതാട്ടോ. മലയോരം കാർണിവൽ എടക്കരയാണ്. ഞാൻ ബത്തേരിയിൽ നിന്ന ടൈമിൽ തന്നെ ഈ കാർണിവൽ തുടങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിരുന്നു നാട്ടിലെത്തിയിട്ടൊന്ന് പോകണമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. നമ്മൾ എല്ലാ വർഷവും ഇതേപോലെ പോവാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പ്ലാൻ ചെയ്ത് പോയതൊന്നും അല്ല കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്നപ്പോൾ പകലായിരുന്നു, പിന്നെ തിരിച്ചു പോയപ്പോൾ രാത്രിയായി. അപ്പോൾ നമ്മൾ പോണ വഴിയിൽ ഇത് കണ്ടപ്പോൾ എന്തായാലും നമ്മൾ പോരാൻ വേണ്ടി വിചാരിച്ചിരുന്നു. അപ്പോൾ പിന്നെ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ അവിടെ എത്തിയിട്ടോ. എല്ലാ വർഷവും ഉള്ള പോലെ തന്നെ ഏകദേശം എല്ലാ റൈഡുകളും ഉണ്ടായിരുന്നു. പുതിയ റൈഡുകളും 1-2 ഒക്കെ തുടങ്ങുകയും ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോൾ അധികം തിരക്കൊന്നുമില്ലായിരുന്നു, പിന്നെ നല്ല തിരക്കായിട്ടോ. ഒരുപാട് കച്ചവടക്കാരുണ്ടായിരുന്നു കേട്ടോ അതിലൂടെ. അതെല്ലാ പ്രാവശ്യവും ഉണ്ടാവുന്നത് തന്നെയാണ്. നമ്മൾ സാധാരണ പുറത്തുനിന്ന് വാങ്ങുന്നതിനെക്കാട്ടിലും വിലയായിട്ടാട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുമ്പോൾ ഫാൻസി ഐറ്റംസ്, ഫുഡ് ഐറ്റംസ്, പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ടോയ്സും ബലൂൺസ്, അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഓൾറെഡി ഹസ്ബൻഡ് പറഞ്ഞിരുന്നു കേട്ടോ അവിടെ ഒന്ന് പോയിക്കോണ്ടി, അതായത് അയനക്കുട്ടിനെ അവിടേക്ക് ഒന്ന് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോകണം എന്ന് എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ ഒഴിവുള്ളൊരു ദിവസം നോക്കി ഇൻഷാല്ലാ പോകണം എന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു ചാൻസ് കിട്ടിയപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങിട്ടോ. എന്തായാലും അയനുട്ടിക്കും അത് ആകുമെന്ന് വിചാരിച്ച്, സന്തോഷമാകുമെന്ന് വിചാരിച്ച്. ഇതിന് ശേഷം വീണ്ടും ഞങ്ങൾ പോയിരുന്നു കേട്ടോ അങ്ങോട്ട്. 2 പ്രാവശ്യം ഞങ്ങൾ അവിടെ കാർണിവൽ വന്നിട്ട് പോയി. ഇപ്പോൾ കാർണിവൽ കഴിഞ്ഞു കേട്ടോ. അവിടെ സാധനങ്ങളൊക്കെ അവരൊക്കെ കൊണ്ടുപോകണ ആ ഒരു പണിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് പോയത്. ഉപ്പയും ഉമ്മയും ഞാനും കുട്ടികളൊക്കെ കൂടെ ആയിട്ടോ പോയത്. അടിപൊളിയാണ് കേട്ടോ. അതിനൊട്ട് ഇപ്പാൻ്റെ ഒപ്പം ഇങ്ങനെ നടക്കുകയാണേ. ഓള് പിന്നെ ഉപ്പാൻ്റെ ആളാണ്. ഉപ്പാൻ്റെ കൈ പിടിച്ച് അങ്ങനെ നടന്നു പോയിക്കോളും. ഓളെ പിന്നെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോ റൈഡ് കാണുമ്പോൾ ഓൾക്ക് അതിലൊക്കെ കയറണം കേട്ടോ. അപ്പോൾ 1-2 റൈഡിലൊക്കെ ഓളെ കയറ്റി. ഞാൻ വിചാരിച്ച ഓൾക്ക് പേടിയാകും എന്നൊക്കെ, ഞാൻ നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. പക്ഷേ ഓള് നല്ല കൂളായിട്ടിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച ആളേ അല്ല, നല്ല അടിപൊളിയായിട്ട് അതിലൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഒന്നിന്ന് ഇറങ്ങുമ്പോൾ അടുത്തതിൽ കയറണം എന്ന് പറഞ്ഞ് ഇങ്ങനെ വാശി പിടിച്ചുകൊണ്ട് കഴിഞ്ഞിട്ടോള്. അപ്പോൾ ഒന്നിൽ കയറും, പിന്നെ അടുത്തതിൽ കയറും, അങ്ങനെ പോയി. പിന്നെ അവിടുത്തെ എല്ലാ ടോയ്സും ഒക്കെ വേണം. പിന്നെ ഞാൻ 1-2 ബലൂൺസൊക്കെ മേടിച്ചു കൊടുത്ത് അങ്ങനെ പോന്നു. പിന്നെ കിട്ടൂല എന്ന് പറഞ്ഞാൽ പിന്നെ ഓളധികം ചോദിക്കൂല കേട്ടോ. അപ്പോൾ ഓൾക്ക് ആവശ്യത്തിന് ഞാൻ മേടിച്ചു കൊടുത്ത് 1-2 ബലൂണൊക്കെ ഓളെ ഇഷ്ടത്തിന് വേണ്ടി മേടിച്ച് കൊടുത്ത്. ഈ കാർണിവൽ എടക്കര മാത്രമല്ല കേട്ടോ ഉണ്ടാവാറ്, നിലമ്പൂരും ഉണ്ടാവാറുണ്ട് ധനുമാസത്തിൽ. അപ്പോൾ അവിടേക്കും ഞങ്ങൾ പോവാറുണ്ട് കേട്ടോ. അതും ഇതേപോലെ അടിപൊളിയാണേ. ഏറെക്കുറെ എല്ലാ പ്രാവശ്യവും നമ്മൾ അങ്ങോട്ട് പോവലുണ്ട് കേട്ടോ. എനിക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതാണ് നമ്മളെ വീഡിയോ ഇങ്ങനെ ഡിലേ ആവണതൊക്കെ. അതാണ് എൻ്റെ വോയിസും ഇങ്ങനെ കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് എങ്ങനെയെന്ന് വെച്ചാൽ അതിനും എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ ചെയ്തു കൊടുക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റാട്ടോ. അതായത് ആൾ നാട്ടിലില്ലാത്ത സ്ഥിതിക്ക് പ്രത്യേകിച്ചും ഓൾ എന്ത് പറഞ്ഞാലും അത് ഞാൻ ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. അതായത് ആളിവിടെ ഇല്ലാത്തതുകൊണ്ട് ആൾക്ക് ചെയ്ത് കൊടുക്കാൻ വയ്യല്ലോ. അപ്പോൾ ഞാനിത് എങ്ങനെയെങ്കിലും ചെയ്ത് കൊടുക്കണം എന്ന് പറയും കേട്ടോ. അതുകൊണ്ടാണ് 2ാമതും കാർണിവലിന് പോക്കൊക്കെ ഉണ്ടായത് കേട്ടോ. അവൾക്ക് ഒരു പ്രാവശ്യം പോയപ്പോൾ തന്നെ ഇനിയും പോകണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഹസ്ബൻഡിന് മെസ്സേജ് അയച്ചപ്പോൾ അങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞാൽ കേട്ടോ ഓളൊന്നും കൂടി കൊണ്ടുപോകണം എന്നൊക്കെ. അപ്പോൾ ഓളെന്തെങ്കിലും പറഞ്ഞാൽ ഇവിടെ ഇല്ലാത്തതും കൊണ്ടാട്ടോ പക്ഷേ എങ്ങനെയെങ്കിലും അത് ചെയ്ത് കൊടുക്കണം. ഭയങ്കര ഒരു ഇടങ്ങേറാണ് അല്ലെങ്കിൽ കേട്ടോ. അങ്ങനെ അതിന് ഈ റൈഡ്സിലൊക്കെ കയറിട്ടോ. ഒരു വിമാനം, പിന്നെ അതാ ഈ ഒരു ഊഞ്ഞാലിലൊക്കെ കയറിയിട്ടോ. ഓൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതൊക്കെ. ഞാൻ വിചാരിച്ചിരുന്നു ഇതിൽ ഓക്കെ കുഴപ്പമില്ല, പക്ഷെ ആ വിമാനത്തിലൊക്കെ കയറുമ്പോൾ ചെറിയ കുട്ടിയല്ലേ, ഓൾക്ക് പേടിയാകുമോ. അത് പിന്നെ കുറച്ച് ഹൈറ്റിൽ പോകുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. ഓളിഞ്ഞ് കരയോ പേടിക്കുമോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പേടിക്കുകയാണെങ്കിൽ തന്നെ നിർത്തിയിട്ട് ഇടയ്ക്കുന്ന ഓളെ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഓൾക്കൊരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഓളൊപ്പം പോയ എല്ലാ കുട്ടികളും കുറേ കുട്ടികൾ ഇടയ്ക്കുന്നൊക്കെ ഇറങ്ങിട്ടോ. കരഞ്ഞിട്ട് ഓൾക്കൊരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ തോണിയിലാട്ടോ കയറിയത്. പിന്നെ അതന്നെ ആയിരിക്കും പറയാം, നമുക്കതിൻ്റെ ഒന്നും അറിയില്ല. അപ്പോൾ ഞാനും ഉമ്മയും ഓളും കൂടി കേട്ടോ അതിൽ കയറിയത്. അതിൽ ഓളൊറ്റയ്ക്ക് കയറ്റാനാവില്ലല്ലോ. അപ്പോൾ ഒന്നും കൂടെ കയറാൻ വിചാരിച്ച് അതിൽ കയറി. എനിക്കിതേപോലെ കയറാറുണ്ട് ഞാൻ, പക്ഷേ എനിക്ക് പെട്ടെന്ന് തലവേദന എടുക്കും കേട്ടോ ഇതിലൊക്കെ കയറി കഴിഞ്ഞാൽ. അങ്ങനെ ഇപ്രാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ തലവേദന. ചിലപ്പോൾ ഛർദ്ദിക്കുകയൊക്കെ ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഛർദ്ദിച്ചിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അതിലൊക്കെ കയറി പോരുക കേട്ടോ തിരിച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ ടാറ്റാ.